നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. മഹാഭാരതത്തിന്റെ തുടക്കത്തില് ഈ ആസുരീപക്ഷത്തെയും ദൈവീപക്ഷത്തെയും, അതായത് അധർമ്മത്തിന്റെ പക്ഷത്തെയും ധർമ്മത്തിന്റെ പക്ഷത്തെയും വളരെ ഭംഗിയായിട്ട് 2 ശ്ലോകം കൊണ്ട് വ്യക്തമാക്കി തന്നിട്ടുണ്ടല്ലോ വ്യാസഭഗവാൻ. അത് നമ്മുടെ ഈ ഗീതാഭാരത ചർച്ചയുടെ തുടക്കത്തിൽ ഉള്ള ദിവസങ്ങളിൽ പറഞ്ഞു. അതിൽ ഒരൊറ്റ ശ്ലോകത്തിലേക്ക് ചെല്ലാം. ആസുരീപക്ഷത്തെ കുറിച്ച് പറയുന്നിടത്ത് ദുര്യോധനോ മന്യുമയോ മഹാദ്രുമ. നല്ലൊരു ചിത്രമാണ്, ഒരു ചെറിയൊരു ചിത്രം, പക്ഷേ അത് ഏറ്റവും വലിയ ചിത്രം വ്യാസൻ വരച്ചു വെക്കുകയാണ്. ദുര്യോധനൻ, മന്യു, ക്രോധം, അതേപോലെ തന്നെ മറ്റെല്ലാ ദുഷ്ടമായ വികാരങ്ങളും തികഞ്ഞ, രാക്ഷസ വികാരങ്ങളെല്ലാം തികഞ്ഞ വലിയ വടവൃക്ഷമായി ദുര്യോധനെ നമ്മുടെ മുന്നിൽ വ്യാസൻ ഇങ്ങനെ കാഴ്ച കാണിച്ചു തരികയാണ്. ദുര്യോധനോ മന്യുമയോ മഹാദ്രുമ. ആ വലിയ വൃക്ഷത്തിന്റെ, ഏക്കറുകൾ വ്യാപിച്ചു നിൽക്കുന്ന വൃക്ഷത്തിന്റെ, ആൽവൃക്ഷത്തിന്റെ തായ്തടി ഏതാണെന്നറിയോ? കർണസ്കന്ധ. അതിന്റെ തായ്തടിയാണ് കർണൻ. വൃക്ഷത്തിന് തായ്തടി ഇല്ലെങ്കിലോ വൃക്ഷമുണ്ടോ? ഇല്ല. ദുര്യോധനൻ ഉണ്ടാകാൻ ഈ തായ്തടി വേണം. ദുര്യോധനാകുന്ന മഹാവൃക്ഷത്തിന് സ്കന്ധ കർണ. ദുര്യോധന്റെ എല്ലാ പ്രവൃത്തികളുടെയും അടിസ്ഥാന ബലം അത് കർണനാണ്. കർണനില്ലെങ്കിൽ ദുര്യോധൻ ഇതൊന്നും ചെയ്യില്ല. തായ്തടി ഇല്ലെങ്കിൽ ഒരു വൃക്ഷവും ആകാശത്തേക്ക് ഉയർന്ന് ഇങ്ങനെ ശിഖരങ്ങളും ചില്ലകളും വ്യാപിപ്പിച്ചിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കില്ല. ഇതാണ് കർണന്, അയാളുടെ സ്വഭാവത്തിന് ഈ പ്രപഞ്ചത്തിലുള്ള പ്രാധാന്യം, ഈ പ്രപഞ്ച ചിത്രമായിരിക്കുന്ന മഹാഭാരതത്തിലുള്ള പ്രാധാന്യം. ദുര്യോധനോ മന്യുമയോ മഹാദ്രുമ സ്കന്ധകർണ ശകുനിസ്തസ്യ ശാഖാഹ. ആ വൃക്ഷത്തിന്റെ, ദുര്യോധനാകുന്ന മഹാവൃക്ഷത്തിന്റെ ശാഖകള് ശകുനിയാണ്. ദുശാസനോ പുഷ്പഫലേ സമൃദ്ധേ. ആ വൃക്ഷത്തിലുള്ള സമൃദ്ധമായിരിക്കുന്ന പുഷ്പങ്ങളും ഫലങ്ങളും ആരാണ്? ദുശാസനൻ. മൂലം രാജ. അതിന്റെ വേരേതാ? വൃക്ഷത്തിന്റെ വേര് മൂലം. വേര് രാജ. ധൃതരാഷ്ട്രോ അമനീഷി. ഒരു വിവരവുമില്ലാത്ത, ശൂന്യനായിരിക്കുന്ന ധൃതരാഷ്ട്രൻ എന്നുള്ള രാജാവാണ് അതിന്റെ പേര്. അങ്ങനെ ഈ മഹാഭാരത കഥയിലെ ഒരു വശത്തെ മുഴുവൻ ഒരൊറ്റ ശ്ലോകത്തില് വളരെ കൃത്യമായി കാണിച്ചു തന്നു. ആ ആസുരി സമ്പത്തിന്റെ ഉടമകളായി നിൽക്കുന്ന ആളുകൾ ഏറെയുണ്ട്. അതിൽ പ്രധാനികളെയും അവരുടെ സ്ഥാനവും കാണിച്ചു തന്നു. ദുര്യോധനൻ, കർണൻ, ശകുനി, ദുശാസനൻ, ധൃതരാഷ്ട്രൻ. അവരുടെ സ്ഥാനം ഇതാണ്. അതാണ് കർണൻ ഈ സ്ഥാനത്ത്, ദുര്യോധനന്റെ പരമസഹായിയായി ഈ സ്ഥാനത്ത് നിൽക്കുന്നത് തന്റെ പൊങ്ങച്ചം, വിടുവായത്വം അതുകൊണ്ടാണ്. എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. എവിടെയെല്ലാം യുദ്ധത്തിൽ കയറിയിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം തോറ്റി തിരിച്ചോടിയിട്ടുമുണ്ട്. അപൂർവം ചിലയിടങ്ങളിൽ നിസ്സാരന്മാരുടെ മുന്നിൽ മാത്രമാണ് കർണൻ ജയിച്ച് കാണപ്പെടുന്നത്. അങ്ങനെ ഈ അവസരത്തില് ആ അർജുനനോട് പറയാം, മഹാബാഹുവായ അർജുനനോട്, സർവശസ്ത്രഭൃതം വരം, എല്ലാ ആയുധങ്ങളും സ്വാധീനമാക്കിയിട്ടുള്ള കേമന്മാരായിരിക്കുന്ന
സകല ആളുകളുടെയും കൂട്ടത്തിൽ വച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നയാള് അവനാണ് അർജുനൻ, എന്റെ മകൻ. അങ്ങനെ ആ അർജുനനോട് അല്ലയോ കൃഷ്ണ, എന്റെ യാജ്ഞയായിട്ട് ഞാൻ കൽപ്പിച്ചതായിട്ട് ഇങ്ങനെ നീ പോയി പറയുക. ആ പുരുഷവ്യാഘ്രനോട്, പുരുഷശ്രേഷ്ഠനോട് ബ്രൂഹി, അല്ലയോ കൃഷ്ണ നീ പറയുക. എന്താ? ദ്രൗപദ്യ പദവീം ചര. ദ്രൗപദി എന്താണോ പറയുന്നത്, അവൾക്ക് എന്താണോ ഇഷ്ടമായിട്ടുള്ളത് അത് അനുസരിച്ചിരിക്കണം. ഇതാണ് എന്റെ ആജ്ഞ. കുന്തി കൃഷ്ണന്റെ കയ്യിൽ അർജുനന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇതാണ്, ആജ്ഞ ഇതാണ്. ദ്രൗപദി പറയുന്നത് അനുസരിച്ചിരിക്കണം. ദ്രൗപദിയുടെ തലമുടി ഇപ്പോഴും അഴിഞ്ഞു കിടക്കുകയാണ്. അത് ബന്ധിക്കണമെങ്കിൽ കൗരവന്മാരെ മുഴുവൻ നശിപ്പിച്ചാലേ പറ്റൂ. ദ്രൗപദി അതാണ് പറയുന്നത്. ദ്രൗപദി അതേ പറയൂ. ദ്രൗപദി പറയുന്നത് നീ അനുസരിച്ചിരിക്കണം എന്ന് അമ്മയായ കുന്തി കൃഷ്ണൻ മുഖാന്തരം അർജുനന് ആജ്ഞ കൊടുക്കുന്നു. അതാണ് എത്ര ശക്തമാണ് ധർമ്മസ്വരൂപിണിയായിരിക്കുന്ന ആ അമ്മയുടെ ആജ്ഞ എന്ന് നാം അറിയണം, ആ അമ്മയുടെ തീരുമാനം എന്ന് നാം അറിയണം. എന്നിട്ട് കൃഷ്ണനോട് പറയുന്നു, കൃഷ്ണ നിനക്കറിയാമല്ലോ ഈ ഭീമനെയും അർജുനനെയും. വിദിതം ഹിതവാത്യന്തം ക്രുദ്ധാവിവയമാന്തകൗ. അല്ലയോ കൃഷ്ണ, നിനക്ക് ഭംഗിയായി അറിയാം ഇവർ രണ്ടുപേരും, അവര് ക്രോധിച്ച യമനും കാലനും തുല്യരാണ്. യമനെയും കാലനെയും ഈ ലോകത്തിൽ എല്ലാ ചരാചരങ്ങളും ഭയക്കുന്നു. അവർ ക്രോധിച്ചില്ലെങ്കിൽ പോലും ഭയക്കുന്നു. അവർ ക്രോധിച്ചവരാണെങ്കിലോ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ കോപിച്ചവരായ യമാന്തകന്മാർക്ക് യമനും കാലനും തുല്യരാണ് ഈ ഭീമാർജുനവും, ഈ ഭീമനും അർജുനനും. അവരെന്ത് ചെയ്യും? പടക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നയേ താം ഹി ദേവാനപി പരം ഗതിം. ഈ ഭീമനും അർജുനനും കോപിച്ച് പടക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ എതിർക്കാൻ ആർക്കും പറ്റൂല. അവരോട് യുദ്ധം ചെയ്യാൻ 33 കോടി ദേവകൾ വന്നാൽ പോലും ഇവർ രണ്ടുപേരും മാത്രം മതി. ആ ദേവന്മാരെ മുഴുവൻ അവർ യുദ്ധത്തില് പരാജയപ്പെടുത്തിയിട്ട് ഓടിച്ചു വിടും. അത്ര കരുത്തന്മാരാണ് അവർ എന്ന് അല്ലയോ കൃഷ്ണ നിനക്ക് നന്നായി അറിയുന്നതാണല്ലോ. അതുകൊണ്ട് അന്ന് സഭയിൽ വച്ച് കൗരവന്മാര് പാണ്ഡുവിന്റെ മരുമകളായ ദ്രൗപദിയെ ഏതെല്ലാം പ്രകാരത്തിലാണ് അവമാനിച്ചത് എന്ന് ഓർമ്മിക്കാൻ ഞാൻ പറഞ്ഞയച്ചതായി ഇവർ 5 പേരോടും പറ. ഈ അവമതി പാണ്ഡവന്മാർക്കുണ്ടായ അവമതിയാണ്. ആ അവമതി നമ്മുടെ പരമ്പരയ്ക്കുണ്ടായ അവമതിയാണ്. ആ അവമതിയെ ദൂരീകരിക്കാനുള്ളതായ ചുമതല നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ തലമുറയിൽ വന്നിട്ട് ഈ വംശത്തിന് ഇങ്ങനെ ഒരു അവമതി ഉണ്ടായി എന്ന് ലോകം നാളെ പറയരുത്. അതുകൊണ്ട് ഈ അമ്മ ആജ്ഞാപിച്ചിരിക്കുന്നു, യുദ്ധം ചെയ്യുക, ശത്രുക്കളെ മുഴുവൻ സംഹരിക്കുക. അതിനുള്ളതായ കരുത്ത് നിങ്ങൾക്കുണ്ട്. എന്നിട്ട് വന്ന് എന്നെ കാണുക. ഇങ്ങനെ കൃഷ്ണന്റെ പക്കൽ കുന്തി കൊടുക്കുന്നതായ നിർദ്ദേശം അതിനെല്ലാം അടിസ്ഥാന കാരണമൊന്നാണ്. പാഞ്ചാലിയുടെ നേരെ ചൊരിഞ്ഞ ആ അക്രമ പ്രവൃത്തികളും ആ വാക്കുകളും. മറ്റെല്ലാം ആ അമ്മ സഹിക്കുന്നു. മറ്റൊന്നിലും ആ അമ്മയ്ക്ക് വിദ്വേഷമില്ല. പക്ഷേ ഇതിനെ അമ്മ സഹിക്കില്ല. സ്ത്രീയുടെ അഭിമാനം മനുഷ്യവംശത്തിന്റെ അഭിമാനമാണ്. ഇതാണ് ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന സിദ്ധാന്തം. സ്ത്രീയുടെ അഭിമാനം പ്രപഞ്ചത്തിൽ സമസ്ത ചരാചരങ്ങളുടെയും അഭിമാനമാണ്. ആ അഭിമാനത്തെ ആരാണോ തകർക്കുന്നത് അവർ രാക്ഷസ പ്രകൃതികളാണ്. അത് കുന്തി ഇവിടെ ഈ വാക്കുകളിലൂടെ കാണിക്കുന്നു.
അതാണ് മഹാഭാരത യുദ്ധത്തിന് കാരണം. ക്രോധം എന്നുള്ള രാക്ഷസീ ബുദ്ധി, ആസുരീ സമ്പത്ത്, കർണന്റെ ഹൃദയത്തിൽ ജ്വലിച്ച ക്രോധമെന്നുള്ള ആസുരീ സമ്പത്ത്, ദുര്യോധനന്റെ ഹൃദയത്തിലും ക്രോധമെന്നുള്ള ആസുരീ സമ്പത്ത് ജ്വലിച്ചു നിൽപ്പുണ്ട്. അതിനേക്കാളേറെ ദുര്യോധനനിൽ ജ്വലിച്ചു നിൽക്കുന്നത് ലോഭമാണ്. കിരീടം തനിക്ക് വേണം, രാജ്യം സാമ്രാജ്യം തനിക്ക് വേണം എന്നുള്ള ലോഭമാണ് ദുര്യോധനനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതിന് സഹായിയായിട്ട് ക്രോധവും നിൽക്കുന്നു. കർണനിൽ ജ്വലിച്ചു നിന്ന ആ ക്രോധം, ആ ആസുരീ സമ്പത്ത് എങ്ങനെയാണ് ഈ യുദ്ധത്തിന് വഴിവെച്ചത് എന്ന് നാം ഇവിടെ കാണുന്നു. ക്രോധം കൊണ്ട് ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല. ക്രോധം കൊണ്ട് ക്രോധം വളരുകയുള്ളൂ. അതിനാൽ ക്രോധം പരിത്യജിക്കണം ബുധജനം എന്ന് എഴുത്തച്ഛന്റെ കിളിമകൾ പാടുന്നത് നമ്മൾ അധ്യാത്മരാമായണത്തിൽ കേൾക്കും. നാളെ രാത്രി 8:30 നമുക്ക് ഗീതാഭാരതത്തിന്റെ ചർച്ച ആരംഭിക്കാം. ലോകം വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട വിഷയമാണ് ഗീതാഭാരതം. ഈ പ്രപഞ്ചം അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും വിപത്തുകൾക്കും അഹിംസാത്മകമായ ശക്തമായ മറുപടി, ധാർമ്മികമായ മറുപടി ഈ ഗീതാഭാരതത്തിൽ നമുക്ക് കാണാം. അതാണ് ഈ പ്രപഞ്ചത്തിൽ ഉള്ള സർവ്വതിനെയും ഉൾക്കൊള്ളുന്ന വേദതുല്യമായിരിക്കുന്ന 5ാമത് വേദമായിരിക്കുന്ന ഈ ഇതിഹാസ കാവ്യം. വ്യാസഭഗവാൻ അത് നമുക്ക് നൽകി അനുഗ്രഹിച്ചു. വ്യാസഭഗവാന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ, ലോകമാതാവിൻ്റെ അവതാരമായിരിക്കുന്ന കുന്തിയുടെ പാദപത്മങ്ങളിൽ എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ സമർപ്പിക്കുന്നു. ജയ് സീതാറാം.